ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു നാട്ടിലേക്കുള്ള യാത്രയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഒരു ശനിയാഴ്ചയാണ് നാട്ടിലേക്ക് പോകുന്നത്. ഞായറാഴ്ച എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത്, എറണാകുളത്തുനിന്ന്. അപ്പോൾ ഇറങ്ങിയിട്ട് ഒത്തിരി ലേറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ വീട്ടിൽ കുക്ക് ചെയ്തിട്ടില്ല. പിന്നെ പോകുന്നതല്ലേ, ഇപ്പോൾ ഫുഡൊക്കെ ബാക്കിയാവുമെന്ന് കരുതിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ കളമശ്ശേരി കഴിഞ്ഞപ്പോൾ അപ്പൂന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ സുൽത്താൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ. അപ്പോൾ അപ്പൂന് വേണ്ടത് ചോറും പപ്പടവും ഒക്കെയാണ്. അവൾക്ക് ബിരിയാണിയൊന്നും അവൾക്കധികം ഇഷ്ടമല്ല കഴിക്കാനൊന്നും. അപ്പോൾ അവൾ ആകെ നാടൻ ചോറിൻ്റെ ആളാണ്. ഞാനും ഏട്ടനും ഒരു തലശ്ശേരി ദം ബിരിയാണി വാങ്ങിച്ചു. ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂട്ട് അത് കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു. ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇതേ ആലുവ പാലത്ത് എത്തി. നല്ല ബ്ലോക്കാണ്. നല്ല ബ്ലോക്ക് കാരണം ഞങ്ങൾ തൃശ്ശൂർക്ക് അങ്ങനെ ഡയറക്റ്റ് പോവാണ്ട് അങ്കമാലി അത്താണി വഴി റൂട്ടുണ്ട്. അപ്പോൾ അത് നേരെ ചെല്ലുന്നത് ഇരിഞ്ഞാലക്കുട ആ സൈഡിലേക്കാണ്. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് തൃപ്രയാർ കാട്ടൂർ വഴിയാണ് ഞങ്ങൾ ഇപ്രാവശ്യമല്ല, ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് പോകാറ്. അപ്പോൾ തൃശ്ശൂർ ടച്ച് ചെയ്യില്ല, കുന്നംകുളം ടച്ച് ചെയ്യില്ല. നേരെ ഗുരുവായൂർ കയറി ഗുരുവായൂരിൽ നിന്ന് നേരെ നമ്മൾ എന്താ പറയുക വീട്ടിലേക്ക് അങ്ങനെ പോവാറ്. അങ്ങനെ ഇപ്പോൾ ഈ പ്രാവശ്യം ആ വഴിക്കൂടെ തന്നെ വന്നു. അപ്പോൾ ആ വഴിക്കൂടെ വരുമ്പം ശരിക്കും നല്ല ഒരു എന്താ പറയുക ഗ്രാമീണ പ്രദേശം പോലെ നിറച്ച് പച്ചപ്പായിട്ട് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്രയും എന്താ പറയുക. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നു. നല്ല രസമുള്ള വഴികളായിരുന്നു, നല്ല റോഡും. പിന്നെ മഴ കാരണം ഒന്നും കൂടി നമുക്കൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ മഴ ഉണ്ടാവുമ്പോൾ. അതേപോലെ നല്ല ക്ലൈമറ്റും കൂടി ആയപ്പോൾ നല്ല സുഖമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ബ്ലോക്കും കിട്ടിയില്ല ഞങ്ങൾക്ക് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി അധികം എന്താ യാത്രയുണ്ട്. പിന്നെ കാട്ടൂർ കഴിഞ്ഞ് തൃപ്രയാർ കയറാൻ നേരത്താണ് ഞങ്ങൾക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടിയത്. അവിടെ കുറച്ചധികം നേരം നമുക്കൊരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറോളം അവിടെ കിടക്കേണ്ടി വന്നു. തൃപ്രയാറിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന ഒരു സ്ഥലം, എന്താ പറയുക ഹൈവേയിലേക്ക് കയറുന്ന സ്ഥലത്തായിരുന്നു നമുക്കൊരു ബ്ലോക്ക് കിട്ടിയത്. അതുവരെ നമുക്കൊരു ബ്ലോക്കൊന്നും ഇല്ലാതെ സുഖമായിട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങളെപ്പോഴും ആ വഴി തന്നെ അങ്കമാലി അത്താണി വഴിയാണ് ഞങ്ങൾ കയറാറ് എപ്പോഴും. ഇപ്പോൾ കുറച്ചായിട്ട് ഈ റോഡ് പണിയുള്ള സമയത്ത് എപ്പോഴും ബ്ലോക്കിൽ പെടലിച്ചിട്ട് കുറച്ചുകൂടി എന്താ പറയുക. പക്ഷേ യാത്ര ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സ് കുറച്ചുകൂടി കൂടുതലാണ് ഈ വഴിക്ക്. എന്നാലും ബ്ലോക്കില്ല, നമുക്ക് സുഖമായിട്ട് എത്തുകയും ചെയ്യാം. ഇത് നല്ല രസമാണ്. അപ്പുറത്ത് രണ്ട് സൈഡിൽ നോക്കി നിറച്ച് കായലിൻ്റെ ഒരു വെള്ളം നിറഞ്ഞ പാടാണോ കായലാണോ എന്ന് എനിക്കും അറിയില്ല. നല്ല രസമായിട്ട് രണ്ട് സൈഡും നിറയെ വെള്ളമായിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പോവില്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ, സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ നാട്ടിൽ ഇനിയിപ്പോൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാവും പോവുക. അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ ഞാനും ചേച്ചിമാരൊക്കെ കൂട്ട് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിലിടുക, എന്നിട്ട് അത് ഉലുവ മാങ്ങ അച്ചാറാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം ഞാനത് ലാസ്റ്റ് മാങ്ങ സീസൺ ആയിരുന്നു അന്ന്. അപ്പോൾ പൂജയുടെ അന്ന് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് അതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് വീടെത്തി, അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മയുടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അത് കണ്ടു. ഞാൻ പറഞ്ഞ ഉലുവ മാങ്ങ അച്ചാർ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല വെച്ചാൽ അത്രയും ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചാർ. ശരിക്കും എന്താ പറയുക നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചാറായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് സുർക്ക അങ്ങനെയൊന്നും ഒഴിക്കാത്ത വെറും എന്താ പറയുക ഉപ്പും മുളകും